പശ്ചിമേഷ്യൻ കടലിടുക്കുകളെയാകെ യുദ്ധക്കളമാക്കിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട താൽക്കാലിക വെടിനിർത്തൽ കരാറുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അമേരിക്കൻ താവളത്തിന് നേരെ നടത്തിയ മാരകമായ വ്യോമാക്രമണമാണ് ഇപ്പോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. വൻ ശക്തികൾ തമ്മിലുള്ള ഈ നേരിട്ടുള്ള യുദ്ധം പശ്ചിമേഷ്യ ഒരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധത്തിലേക്ക് അതിവേഗം തള്ളിവിടുകയാണ്. തന്ത്രപ്രധാനമായ സിറിക് ദ്വീപിലെ തങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ടവറിന് നേരെ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് പലിശയടക്കം വീട്ടാനാണ് ഇറാൻ ഈ പ്രത്യാക്രമണം നടത്തിയത്. അമേരിക്കയുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട ഒരു എയർബേസ് ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും കുതിച്ചുയർന്നത്. തങ്ങൾ നിശ്ചയിച്ച എല്ലാ സൈനിക ലക്ഷ്യങ്ങളും കൃത്യമായി തകർക്കാൻ ഈ ഓപ്പറേഷനിലൂടെ സാധിച്ചുവെന്ന് ടെഹ്റാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇനിയൊരു ചെറിയ പ്രകോപനം ഉണ്ടായാൽ പോലും ഇതിനേക്കാൾ മാരകവും ശക്തവുമായ തിരിച്ചടിയായിരിക്കും നേരിടേണ്ടി വരികയെന്ന കടുത്ത മുന്നറിയിപ്പും ഇറാൻ നൽകിയിട്ടുണ്ട്. വാഷിംഗ്ടണിലെ ഭരണ നേതൃത്വത്തെ നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇറാന്റെ സൈനിക കമാൻഡർമാർ രംഗത്തെത്തിയിരിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കൈവയ്ക്കാൻ വരുന്ന ഏതൊരു വിദേശ ശക്തിയെയും കടലിൽ തന്നെ ഒടുക്കുമെന്ന പ്രഖ്യാപനത്തിലാണ് ടെഹ്റാൻ. എന്നാൽ ഈ ഇറാൻ ആക്രമണത്തിന് തൊട്ടു മുൻപ് US സെൻട്രൽ കമാൻഡ് ഇറാന്റെ മണ്ണിൽ കടുത്ത നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. ഇറാന്റെ അധീനതയിലുള്ള തന്ത്രപ്രധാനമായ ഗേഷ് ദ്വീപിലെയും ഗോരുക്കിലെയും ഇറാന്റെ റഡാർ സംവിധാനങ്ങളെയും ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ബോംബിട്ട് തകർക്കുകയായിരുന്നു. ഈ തകർച്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിച്ചത്. ഗേഷ് ദ്വീപിലെ റഡാർ സ്റ്റേഷനുകൾ തകർന്നത് ഇറാന്റെ തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് അമേരിക്ക കണക്കുകൂട്ടി. എന്നാൽ ആ അനുമാനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഏതാനും മണിക്കൂറുകൾക്കകം അതിശക്തമായ മിസൈൽ വർഷത്തോടെ ഇറാൻ തിരിച്ചടിച്ചതാണ് പെന്റഗണിനെ പോലും അമ്പരപ്പിച്ചിരിക്കുന്നത്. ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്ന ഈ തുടർച്ചയായ വ്യോമാക്രമണങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഈ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള മിസൈൽ പോരാട്ടം അയൽ രാജ്യങ്ങളായ ഗൾഫ് രാഷ്ട്രങ്ങളെയും കടുത്ത ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് കുവൈറ്റിന്റെ വ്യോമാതിർത്തിയിൽ ദൃശ്യമായത്. തങ്ങളുടെ രാജ്യത്തേക്ക് പാഞ്ഞെടുത്ത അജ്ഞാത മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ കുവൈറ്റിന് തങ്ങളുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി സജ്ജമാക്കേണ്ടി വന്നു. കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ ശത്രുക്കളുടെ ഈ ഭീഷണികളെ തകർക്കാനുള്ള ഇന്റർസെപ്ഷൻ ഓപ്പറേഷനുകൾ വിജയകരമായി പൂർത്തിയാക്കിയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എങ്കിലും അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നിഴൽ യുദ്ധത്തിൽ തങ്ങൾ ഇരകളാകുമോ എന്ന ഭയത്തിലാണ് കുവൈറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങൾ. കാരണം പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമേരിക്കൻ സൈനിക താവളങ്ങൾ പലതും സ്ഥിതി ചെയ്യുന്നത് ഇത്തരം സഖ്യകക്ഷികളുടെ മണ്ണിലാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇതോടെ പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. മേഖലയിൽ താൽക്കാലികമായെങ്കിലും ആശ്വാസം നൽകിയിരുന്ന നയതന്ത്ര ചർച്ചകൾക്ക് ഈ പുതിയ സംഭവ വികാസങ്ങൾ കനത്ത ആഘാതമേൽപ്പിച്ചു. സമാധാനത്തിന്റെ പാത പൂർണ്ണമായും അടഞ്ഞുവെന്നും ഇനി സൈനിക ശക്തിയിലൂടെ മാത്രമേ തീരുമാനമുണ്ടാകൂമെന്നുമുള്ള കടുത്ത നിലപാടുകളിലാണ് ഇരുപക്ഷവും. ആഗോള ഊർജ വിപണിയുടെ സുരക്ഷിതത്വത്തെയാണ് ഈ സൈനിക പ്രതിസന്ധി ഏറ്റവും മാരകമായി ബാധിക്കുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലെടുക്കുന്ന തൊട്ടടുത്തുള്ള ദ്വീപുകളിലാണ് ഈ യുദ്ധം നടക്കുന്നത് എന്നത് സ്ഥിതിഗതികളുടെ ഗൗരവം ഇരട്ടിയാക്കുന്നു. ഗേഷ്, സിറിക് ദ്വീപുകളിലെ സൈനിക വിന്യാസങ്ങൾ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ പോന്നവയാണ്. ഈ മേഖലയിലൂടെയുള്ള വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുരക്ഷിതമല്ലെന്ന മുന്നറിയിപ്പുകൾ രാജ്യാന്തര കപ്പൽ കമ്പനികൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇൻഷുറൻസ് നിരക്കുകൾ കുതിച്ചുയരുന്നതും കപ്പലുകൾ റൂട്ട് മാറി സഞ്ചരിക്കുന്നതും ആഗോളതലത്തിൽ എണ്ണവില വർധനവിന് കാരണമാകും. ഇത് ലോകമെമ്പാടും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും പണപ്പെരുപ്പവും സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അമേരിക്കൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ ഗൾഫിൽ സർവ്വസജ്ജമായി നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇറാന്റെ അസമെട്രിക് യുദ്ധമുറകൾ അവർക്ക് വലിയ വെല്ലുവിളിയാണ്. കുറഞ്ഞ ചിലവിലുള്ള ഡ്രോണുകളും തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകളും ഉപയോഗിച്ച് അമേരിക്കൻ സാങ്കേതിക വിദ്യകളെ പ്രതിരോധിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇത് നാറ്റോ സഖ്യകക്ഷികളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. വാഷിംഗ്ടണിൽ നിന്നുള്ള ഔദ്യോഗിക പ്രതികരണങ്ങൾക്കായി ലോകം ഉറ്റുനോക്കുകയാണ്.
ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പുതിയ ആക്രമണത്തെ അമേരിക്ക എങ്ങനെ നേരിടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി. കൂടുതൽ സൈനിക വ്യൂഹങ്ങളെയും യുദ്ധവിമാനങ്ങളെയും മേഖലയിലേക്ക് അയക്കാൻ പെന്റഗൺ തയ്യാറെടുക്കുന്നതായാണ് സൂചനകൾ. അന്താരാഷ്ട്ര സമൂഹം ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിലാണ്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി അടിയന്തരമായി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ ചർച്ച ചെയ്തേക്കും. എന്നാൽ യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യങ്ങൾ നയതന്ത്ര മേശകളിലെ ചർച്ചകളേക്കാൾ വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹവും കടുത്ത ആശങ്കയിലാണ്. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാനും സുരക്ഷാ നിയന്ത്രണങ്ങൾ കർശനമാക്കാനുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സിറിക് ദ്വീപിലെ തകർച്ചയ്ക്ക് ഇറാൻ നൽകിയ ഈ മറുപടി പശ്ചിമേഷ്യൻ യുദ്ധചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമാണ്. വരും മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രത്യാക്രമണം ഈ നിഴൽ യുദ്ധത്തെ ഒരു മഹായുദ്ധമാക്കി മാറ്റുമോ, അതോ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഇരു രാജ്യങ്ങളും പിന്മാറുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്.